കോഴിക്കോട് കൊടുവള്ളിയിൽ ദേശീയപാതയിൽ പടക്കം പൊട്ടിച്ച് ആഘോഷം നടത്തിയ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ബലിപെരുന്നാളിന് തലേ ദിവസമായിരുന്നു പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം. കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ പറയൂ. ആഘോഷം എന്ന പേരിൽ ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ യുവാക്കൾ ചേർന്ന് നടത്തിയിരുന്നത്. പെരുന്നാളിന്റെ തലേ ദിവസമാണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊടുവള്ളി ജീവിതത്തിൽ പടക്കം പൊട്ടിച്ചത്. ഇതിൽ 3 പേരെ കൊടുവള്ളി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. കൊടുവള്ളി കിഴക്കോത്ത് സ്വദേശിയായ മുഹമ്മദ് ഫായിസ്, കുന്നമംഗലം വേളാട്ടിൽ അർഷാദ്, കൊടുവള്ളി വടക്കേപ്പുരയിൽ മുഹമ്മദ് ഷാനിദ് എന്നിവരെയാണ് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത BNS-ലെ 285, 288 വകുപ്പുകളാണ് ചുമത്തിയത്. അതായത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുള്ള വകുപ്പ്, അശ്രദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പ് എന്നിങ്ങനെയാണ് ചുമത്തിയത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ ഒരാളെ കൂടി ഇനിയും പിടികൂടുവാനുണ്ട്. അന്ന് ഈ വിധത്തിൽ റോഡിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ ഇടപെടുകയായിരുന്നു. നാട്ടുകാരും അതുപോലെ ഈ വാഹനത്തിൽ വന്ന യാത്രക്കാരും ഈ യുവാക്കളുമായി ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് വാക്കേറ്റത്തിലും ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലുമാണ് കലാശിച്ചിരുന്നത്. ഇതിലും തക്കതായ നടപടിയാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിച്ച 3 യുവാക്കളെ പിടികൂടി. ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട്. ശരി.